എന്താണ് നഗരസഭയിൽ മാലിന്യം കൊണ്ടുവിടുകയാണ്, കൊതുക് വരികയാണ്, പോയി മാലിന്യം നീക്കുന്നതിന് പകരം കൈ കാലും മുടിച്ചാൽ അത് കൊതുകിനെ മനസ്സിലാവില്ല. അല്ല, അതൊക്കെ ഞാൻ അതിനൊന്നും കമന്റ് പറയുന്നില്ല. ഇവിടെ നിലവിലുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും പറയുന്നതിന് മറുപടിയായിട്ട് ഞാൻ പറയുന്നില്ല. മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് അക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഞാൻ ഈ ഇഷ്യൂസിനെ കോമഡിവൽക്കരിക്കുകയാണ്, അതിന് മറുപടി പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യസാധ്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഈ കോൺക്ലേവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞ വട്ടം ഭരണത്തിലേറിയ സമയത്ത് നമ്മളൊരു നയരേഖ തയ്യാറാക്കിയിരുന്നു. അതിനുശേഷം ഒരു വികസന കോൺക്ലേവ് ഫെബ്രുവരി മാസത്തോടെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു കോർപ്പറേഷൻ നേതൃത്വത്തിൽ. അതിനെന്തെങ്കിലും തുടർ നടപടികളുണ്ട്? അതാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് അത് കഴിഞ്ഞപ്പോഴേക്കും തെരഞ്ഞെടുപ്പായപ്പോഴേക്കും സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഇടപെടൽ ഈ വിഷയങ്ങളിൽ വേണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 19-ാം തീയതി ബഡ്ജറ്റ് കഴിഞ്ഞിട്ടുള്ള ഏത് ദിവസവും തിരുവനന്തപുരത്തുള്ള ദിവസം നേരത്തെ പറഞ്ഞാൽ അദ്ദേഹം സമയം അനുവദിക്കാമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ബഡ്ജറ്റ് കഴിഞ്ഞ ആ ദിവസം, ബഡ്ജറ്റിൻ്റെ അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫിനെ അദ്ദേഹം അതിന് വേണ്ടി കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ബന്ധപ്പെടാനുള്ള ഒരു കോൺടാക്ട് പോയിന്റ് നിന്ന് ബഡ്ജറ്റ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്റ്റാഫുമായിട്ട് സംസാരിച്ചു. നമ്മൾ ഏറെക്കുറെ പറഞ്ഞ ഡേറ്റ് തന്നെ അവർ സമ്മതിച്ചു. ആ ഡേറ്റിലെ തയ്യാറെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബിജു പ്രഭാകരനോട് സംസാരിച്ചു, കെ മുരളീധരനോട് സംസാരിച്ചു. അങ്ങനെ പ്രോസസ് മുമ്പോട്ട് പോയി. ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തു. ആ കോൺക്ലേവ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പൂർണ്ണ സമയം പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു നടക്കുന്നത്. ഡേറ്റ് പറയാം, ഒരു 1-2 മന്ത്രിമാരുടെ കൂടെ കിട്ടിയിട്ടുണ്ട്. CM-ന്റെ ടെൻഡേറ്റീവായിട്ടാണ് ഡേറ്റ്. എല്ലാ മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ ക്ഷണിച്ചുകൊണ്ട്, കാര്യം ഞങ്ങളതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഒരൊറ്റ പ്ലാൻ ആയിരിക്കണം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ മുതൽ കൗൺസിലർക്ക് വരെയുള്ള ഒറ്റ പ്ലാൻ ആയിരിക്കണം. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനെ കുറിച്ച് ഒരു പ്ലാൻ ആയിരിക്കണം. ഇപ്പോൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ കോർപ്പറേഷൻ്റെ ഒരു പ്ലാനുണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേറൊരു പ്ലാനാണ്, PWDക്ക് മറ്റൊരു പ്ലാനാണ്. അത് നടപ്പിലാക്കുമ്പോൾ പണം നമുക്ക് ചിലവാക്കും, പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ കോൺക്ലേവിലൂടെ ഇതെത്തുകയും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ മേൽനോട്ടത്തിൽ അക്കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. ഏത് ചട്ടമാണ് അങ്ങനെ പറയണത്? എനിക്കറിയില്ല. അല്ല, അത് എനിക്ക് തോന്നി 4:30 കിട്ടിയ ആളുടെ റേഞ്ച് എന്തെങ്കിലും പ്രശ്നമായിരിക്കും. കാരണം ഈ 3 മണിക്ക് കിട്ടിയവരുണ്ട്. ഈ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന ആളിനായിരിക്കും ചിലപ്പോൾ 4 മണിക്ക്. രേഖാമൂലമാണ് കൊടുത്തത്. അല്ല, മെയിൽ ചെയ്തു. ഞങ്ങൾക്ക് കോടതിയുടെ വിധി വന്ന അങ്ങനെയാണ്. മെയിൽ ചെയ്തു. കൗൺസിൽ പാർട്ടി ലീഡേഴ്സിന് മെയിൽ ചെയ്തു. പിന്നെ രേഖാമൂലം നിർബന്ധമായും അറിയിക്കേണ്ടത് ഇതിൽ അഫക്റ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള കൗൺസിലേഴ്സിന്. അവരെ കൃത്യമായിട്ട് രേഖാമൂലം അറിയിച്ചു. അവരുടെ കയ്യിൽ നിന്ന് റിക്വസ്റ്റ് അവർ തന്നു. അവരെ രേഖാമൂലം അറിയിച്ചു. റിസീവ്ഡ് കോപ്പിയും വാങ്ങിയിട്ടുണ്ട്. അവരെയാണ് നിർബന്ധമായിട്ടും അറിയിക്കേണ്ടത്. കളക്ടറെ ഗവൺമെന്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ജില്ലാ കളക്ടറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഹർജി ഒരുപാട് പോയി. ഇപ്പോൾ തെരുവ് നായ പിടിച്ചപ്പോൾ തന്നെ സുപ്രീം കോടതി ഹർജി പോയി. അല്ല, അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. അത് വിശകലനം ചെയ്യേണ്ട ഫോറത്തിൽ വിശകലനം ചെയ്യട്ടെ. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം കിട്ടി. സർട്ടിഫൈഡ് കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ മുമ്പിൽ വെച്ച് പെർമനന്റ് സംവിധാനത്തിൽ ചെയ്യണമെന്ന് അക്കാര്യങ്ങൾ 100% പാലിച്ചിട്ടുണ്ട്.